ക്രിയേറ്റീവ് റൈറ്റിങ്ങിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഓഡിയോയ്ക്കകത്ത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ക്യാരക്ടർ അല്ലെങ്കിൽ വോയിസ് വിച്ച് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ നോവൽ ഇസ് കോൾഡ് നറേറ്റർ എന്നാണ് അതിൻ്റെ ആൻസർ. ഒരു കഥയിലെ ഒരു സ്റ്റോറി പറയുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നറേറ്റർ എന്നാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ലിറ്റററി വർക്കിനെയാണ്, അതായത് വാട്ട് ഇസ് എ ലിറ്റററി വർക്ക് വിച്ച് എയിംസ് ടു കറക്റ്റ് ദ വോയിസസ് ബൈ മേക്കിംഗ് ഫൺ ഓഫ് ദ സോഷ്യൽ കസ്റ്റംസ് ആൻഡ് ഈവിൾസ് കോൾഡ് സറ്റയർ. സറ്റയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പിന്നെ എന്താ പറയുക, ആരെങ്കിലും കളിയാക്കണമെങ്കിലോ, അതായത് സോഷ്യൽ കസ്റ്റംസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈവിൾ കസ്റ്റംസിനെയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കളിയാക്കി ഹ്യൂമറസ് ആയിട്ട് പ്രസന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സറ്റയർ എന്നുള്ളത്. പിന്നെ പോയിന്റ് ഔട്ട് ദ വേർഡ്സ് ദാറ്റ് ക്രിയേറ്റ് അലിട്രേഷൻ ഓൺ ദ ലൈൻ ഓൺ എ ബ്ലീക്ക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ബോൾഡ് സ്റ്റോൺ. ഇതിനകത്ത് അലിട്രേഷൻ, അതായത് റെപ്പറ്റീഷൻ ഓഫ് സൗണ്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന സൗണ്ടുകൾ എന്ന് പറയുന്നത് ബ് എന്നുള്ള സൗണ്ടാണ്. അപ്പോൾ ബ്ലീക്ക് വരും, ബോൾഡ് വരും, ബാക്ക്ഗ്രൗണ്ടും വരും. പിന്നെ റൈറ്റിംഗ് അബൌട്ട് വൺസ് ഓൺ ലൈഫിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ബയോഗ്രഫി എന്നാണ് വിളിക്കുന്നത്. ഒരു ഫേമസ് ഓട്ടോബയോഗ്രഫിയുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോങ് വാക്ക് ടു ഫ്രീഡം ബൈ നെൽസൺ മണ്ടേല അത് പറയാം. ബ്ലോഗ് എന്ന് പറയുന്ന എന്തിൻ്റെ ഷോർട്ട് ആൻഡ് ഫോമാണ്? ഈ ക്വസ്റ്റ്യനൊക്കെ ശ്രദ്ധിച്ച് എഴുതിക്കോണം, തെറ്റിച്ചെഴുതി വെക്കരുത്. ബ്ലോഗ് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് വെബ് ബ്ലോഗ് എന്നാണ്. പിന്നെ വേറെ ഓട്ടോബയോഗ്രഫിയുടെ എക്സാമ്പിൾ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. പിന്നെ സിമിലി എന്ന് വെച്ചാൽ എന്താണ്? സിമിലി എന്ന് പറയുന്നത് ലൈക്ക് അല്ലെങ്കിൽ ആസ്, ഈ രണ്ട് വേർഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് ആസ് ബ്രേവ് ആസ് എ ലയൺ, അല്ലെങ്കിൽ ഹീ ഈസ് ലൈക്ക് എ ലയൺ. മെറ്റഫർ എന്ന് പറയുമ്പോൾ ഈ ആസും ലൈക്കും ഇല്ലാതുള്ള കമ്പാരിസൺ. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് ലൈക്ക് എ ലയൺ എന്ന് പറയുന്നതിന് പകരം ഹീ ഈസ് എ ലയൺ എന്ന് പറയാം. അപ്പോൾ അത് മെറ്റഫർ. ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് സെൻസറി എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നല്ല രീതിയിൽ ഓവറായിട്ട് അല്ലെങ്കിൽ ഓവേർട്ട്ലി നമ്മൾ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നു. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറീസ് എന്തിനാണ് നമ്മൾ എഴുതുന്നത്? പിന്നെ ഇമേജറി എന്ന് വെച്ചാൽ എന്താണ്? ഇമേജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജസ് വെച്ചിട്ട് പോയിട്ട് എന്താണോ കൺവേ ചെയ്യുന്നത് അതാണ് ഇമേജറി എന്ന് പറയുന്നത്. പ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? കഥ, സ്റ്റോറിയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റോറി എന്നല്ല, അതിനകത്ത് എന്തൊക്കെയാണോ ഒരു സ്റ്റോറിക്കകത്ത് ഹാപ്പൻ ചെയ്യുന്ന ഇവൻറ്റ്സ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്ലോട്ട് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് റൈറ്റിംഗ് ഡയറീസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. പേർപ്പസ് ഓഫ് റൈറ്റിംഗ് ഡയറീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസും തോട്ട്സും ഫീലിങ്സും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ഡയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ പ്ലോട്ട് എന്ന് വെച്ചാൽ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് മേക്ക് അപ്പ് എ സ്റ്റോറി എന്ന് പറയാം. ഇനി ക്രിയേറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ക്രിയേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഐഡിയാസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ, യുണീക്കായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ലിറ്ററേച്ചറിലും ആർട്സിലും ഇന്നോവേഷനിലും ക്രിയേറ്റിവിറ്റി ഉണ്ട്. ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇമാജിനേഷനും സ്റ്റോറി ടെല്ലിങ്ങും ഒറിജിനാലിറ്റിയും ആണ് സംഭവം. റൈറ്റേഴ്സിനെ ന്യൂ ഐഡിയാസ്, ഇമോഷൻസ് ആൻഡ് പെർസ്പെക്റ്റീവ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇത് സാധിക്കുന്നു. ആൻഡ് എന്താണ് ബാലഡ്? ബാലഡ് എന്ന് വെച്ചാൽ ഒരു നറേറ്റീവ് പോം അല്ലെങ്കിൽ സോങ് ആണ്. അതൊരു സ്റ്റോറി പറയും, ഷോർട്ട് സ്റ്റാൻസേഴ്സ് ആയിരിക്കും, ഫോക്കസ് ഓൺ ലവ്, ട്രാജഡി അല്ലെങ്കിൽ ഹീറോയിസം ആയിരിക്കും. സിമ്പിൾ ലാംഗ്വേജസ് ആണ്, റെപ്പറ്റീഷൻ ഒരുപാട് കാണും. ഓറലി ആണ് അത് പാസ് ചെയ്ത് വരുന്നത്. ഓറൽ അതായത് പിന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളതായിരിക്കത്തില്ല, ഓറലി ആയിരിക്കും അത് പാസ് ചെയ്ത് പോകുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് പിന്നെ ലിറ്റററി ബാലഡ്സും ഉണ്ട്, ട്രഡീഷണൽ ബാലഡ്സും ഉണ്ട്. ഈ ട്രഡീഷണൽ ബാലഡാണ് ഈ ഓറലി ട്രാൻസ്മിറ്റ് ചെയ്ത് വന്നത്, അതായത് വാമൊഴിയായിട്ട് പറഞ്ഞു വന്നത്. ലിറ്റററി ബാലഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ട് പറയുന്നത്, അതിനൊരു നെറേറ്ററൊക്കെ കാണും. ഈ ട്രഡീഷണൽ ബാലഡിനൊരു നെറേറ്റർ, അതായത് ഒരു എഴുത്തുകാരൻ കാണത്തില്ല, റൈറ്റർ കാണത്തില്ല. പിന്നെ എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈം ഓഫ് ദി ഏൻഷ്യൻ മാരിനർ ഉണ്ട്. പിന്നെ ഫ്രീ വേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രീ വേഴ്സ് എന്ന് വെച്ചാൽ പോയട്രിയിലെ ഒരു ഇതാണ്, ഫിക്സഡ് മീറ്റർ അല്ലെങ്കിൽ റൈം സ്കീം കാണത്തില്ല. പോയറ്റിന് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കൊടുക്കും സ്ട്രക്ചറിനും എക്സ്പ്രഷനും വേണ്ടി. ട്രഡീഷണൽ പോയട്രി എന്ന് വെച്ചാൽ റൈമും റിഥമും ഇമേജറിയും മീനിങ്ങും ഒക്കെ വേണം. ഇപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷേ ഫ്രീ വേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫ്രീ ആയിട്ട് നമുക്കങ്ങ് എഴുതാം പോയറ്റിന്. എക്സാമ്പിൾ വോൾട്ട് വിറ്റ്മൻ്റെ പോംസ്, ടി.എസ്. ഇലിയറ്റിൻ്റെ പോംസ് ഒക്കെ ഫ്രീ വേഴ്സ് പോയട്രിയാണ്. ബുക്ക് റിവ്യൂ എന്ന് വെച്ചാൽ എന്താണ്? ബുക്ക് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ്, ടൈറ്റിൽ, ബുക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതെന്ന് വെച്ചാൽ ടൈറ്റിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ, ഓഥർ, ജോണർ, അതുപോലെ തന്നെ സമ്മറി, തീംസ്, ക്യാരക്ടർ അനാലിസിസ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ റിവ്യൂവറിൻ്റെ ഒപ്പീനിയൻ, റെക്കമെൻഡേഷനും ഒക്കെ ഇപ്പോഴത്തെ ബുക്കിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഗുഡ് ബുക്ക് റിവ്യൂ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആവരുത്, പേഴ്സണൽ ആവരുത്, ഒബ്ജക്റ്റീവേ ആകാൻ പാടുള്ളൂ. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻഫർമേറ്റീവ് ആയിരിക്കണം, എൻഗേജിങ്ങും ആയിരിക്കണം. റീഡേഴ്സിന് കണ്ടു കഴിഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റി തോന്നാനും വായിക്കാനും തോന്നണം. സെൻസർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സ്പീച്ച്, ബുക്സ്, ഫിലിംസ് അല്ലെങ്കിൽ അതർ മീഡിയ
നമ്മളതിനെ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ട്, അതായത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സപ്രസ് ചെയ്ത് അതിനെ ഹാംഫുൾ ആയിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൽ മെറ്റീരിയൽ, അതായത് ഈ ഒഫൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ, പൊളിറ്റിക്കൽ കാര്യങ്ങൾ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇവർക്ക് സെൻസർ ചെയ്യാൻ സാധിക്കും. അത് കോൺട്രവേഴ്ഷ്യൽ ആണ്, പക്ഷേ അതായത് ബിക്കോസ് എന്തുകൊണ്ടാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ ലിമിറ്റ് ചെയ്യുന്ന കാര്യമാണത്. ട്രാവലോഗ് എന്ന് വെച്ചാൽ എന്താണ്? ഡീറ്റെയിൽസ് അബൌട്ട് പ്ലേസ്, പേഴ്സണൽ എക്സ്പീരിയൻസസ്, ഫുഡ്, ലോക്കൽ അട്രാക്ഷൻസ്, ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആൻഡ് ട്രാവൽ ടിപ്സ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാര്യങ്ങൾ നമ്മൾ എഴുതിയ ട്രാവലോഗ് എന്ന് പറയുന്നത് എൻഗേജിങ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കണം. പുതിയ ലൊക്കേഷനെ കുറിച്ചൊക്കെ റീഡേഴ്സിനെ എൻകറേജ് ചെയ്ത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കണം. ഫോട്ടോഗ്രാഫ്സും അനക്ഡോട്ട്സും ഒക്കെ കൊടുക്കുന്ന കുറച്ചും കൂടി നല്ലതായിരിക്കും. ഷോർട്ട് സ്റ്റോറീസ്, നോവൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ലെങ്ത്തിലും ഡെപ്തിലും കോംപ്ലക്സിറ്റിയിലുമാണ് ഡിഫറൻസ്. ഷോർട്ട് സ്റ്റോറീസ് വളരെ ബ്രീഫാണ്. ഒരു സിംഗിൾ ഇവന്റ് അല്ലെങ്കിൽ ഒരു സിംഗിൾ തീം ആയിരിക്കും. ലിമിറ്റഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. നോവൽസ് ലോങ്ങർ ആണ്. ഡീറ്റെയിൽഡ് ക്യാരക്ടർ ഡെവലപ്മെന്റ് ആൻഡ് മൾട്ടിപ്പിൾ സബ്പ്ലോട്ട് ആണ്. ഷോർട്ട് സ്റ്റോറീസ് ക്വിക്കായിട്ട് ഡെലിവറി ചെയ്യുമ്പോൾ നോവൽസ് വളരെ ഒരുപാട് ലെങ്തി ആയിട്ടായിരിക്കും ഡെലിവറി ചെയ്യുന്നത്. ഡ്രാമ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം, അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രാമ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ലിറ്റററി ജോണേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആവുന്നത്? ബിക്കോസ് എന്തുകൊണ്ടാണ്? അത് പെർഫോമൻസിന് വേണ്ടി മാത്രം മെൻറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഡ്രാമ എന്ന് പറയുന്നത്. ഡയലോഗ്സും സ്റ്റേജ് ഡിറക്ഷൻസും ആണ്, അല്ലാതെ നറേഷനൊന്നുമല്ല. സോ ഡ്രാമ ആക്ടേഴ്സിനെയും സെറ്റിങ്സിനെയും ഓഡിയൻസിൻ്റെ ഇൻട്രാക്ഷനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ട്രാജഡി, കോമഡി, ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ് കോമൺ ഫോംസ് ഓഫ് ഡ്രാമ. പിന്നെ ട്രോപ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കോമൺ തീം അല്ലെങ്കിൽ മോട്ടീഫ് ഇൻ ലിറ്ററേച്ചറിനെയാണ് നമ്മൾ ട്രോപ്പേസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹീറോയുടെ ജേർണി അല്ലെങ്കിൽ ഫോർബിഡൻ ലവ്, ഇതൊക്കെ വരും. ഫിഗർ ഓഫ് സ്പീച്ച്, മെറ്റഫർ ആൻഡ് സിമിലി, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്? കുറച്ചും കൂടി ഇൻഡെപ്ത് ബ്യൂട്ടി കൊടുക്കും. ട്രോപ്പേസ് എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിങ്ങിനെ ഷേപ്പ് ചെയ്യും. ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജിനെ എക്സ്പ്രസീവ് ആക്കും. അപ്പോൾ ട്രോപ്പേസും ഫിഗർ ഓഫ് സ്പീച്ചും നമ്മുടെ ഡിഫറൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ. പിന്നെ ഡയറി എൻട്രി ചോദിക്കാൻ നമുക്ക്. പോപ്പുലർ നോവലിൻ്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. ട്രെയിൻ ജേർണി ഫ്രണ്ട്സുമായിട്ടുള്ള. പിന്നെ ബ്ലോഗ് എൻട്രി ചോദിച്ചിട്ടുണ്ട്. അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു ഇന്ത്യൻ മൂവിയുടെ റിവ്യൂ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പോം തന്നിട്ട്, അതൊരു ഫ്രീ വേഴ്സ് പോമാണ്, ഒരു പോം തന്നിട്ട് ഇതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? എസ്സേയും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് സെറ്റിംഗ്? സെറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ടൈം, പ്ലേസ് ആൻഡ് സോഷ്യൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ ലിറ്റററി വർക്ക്, അതാണ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ടു റൊമാൻറ്റിക് പോയറ്റ്സിന് എക്സാമ്പിൾ വില്യം വേർഡ്സ്വർത്തും ജോൺ കീറ്റ്സുമാണ്. പിന്നെ ഒരു സെൻറ്റൻസ് തന്നിട്ട് അതിനകത്ത് ആർക്കേക്ക് വേർഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ആർക്കേക്ക് വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് വേർഡ്സ്. ഇപ്പോൾ ദൗ, THOU, ദൗ എന്ന് പറയുന്നതിനകത്ത് അതൊരു ആർക്കേക്ക് വേർഡാണ്. പിന്നെന്താണ്? വാസ്റ്റ്, അതായത് ദൗ വാസ് എന്നുള്ളതിന് പകരം വാസ്റ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്, WAST. അതൊക്കെ എന്താണ്? ആർക്കേക്ക് വേർഡ്സ് ആണ്, അതായത് ഓൾഡ് ഇംഗ്ലീഷ് വേർഡ്സ്, ഓൾഡ് വേർഡ്സ്. ബയോഗ്രഫി എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഇസ് റൈറ്റിംഗ് അബൌട്ട് സമ്മൺസ് ലൈഫ്, അതാണ് ബയോഗ്രഫി എന്ന് പറയുന്നത്. മെമ്മോയർ എന്ന് വെച്ചാൽ എന്താണ്? ഒരാളുടെ ജീവിതത്തിലെ കുറച്ച് സ്പെസിഫിക് ഈവൻസിനെ എടുത്തിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെമ്മോയർ എന്ന് പറയുന്നത്. എന്താണ് ബ്ലോഗ് പോസ്റ്റ്? അതൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ എൻട്രി ആണ്, പബ്ലിഷ്ഡ് ഓൺ എ ബ്ലോഗ്. ബ്ലോഗിൽ എഴുതുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ബ്ലോഗ് പോസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് മെറ്റഫർ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. പിന്നെ ഇമേജ് എന്ന് വെച്ചാൽ എന്താണ്? വിവിഡ് ഡിസ്ക്രിപ്ഷൻ, അതിനെയാണ് നമ്മൾ ഇമേജ് അല്ലെങ്കിൽ ഇമേജറി എന്ന് പറയുന്നത്. എന്താണ് പോയിന്റ് ഓഫ് വ്യൂ? ഒരു സ്റ്റോറി ആരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് നറേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, സെക്കൻഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഡയറി എൻട്രി എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. തോട്ട്സ്, എക്സ്പീരിയൻസ് ആൻഡ് റിഫ്ലക്ഷൻസിന്റെ പേഴ്സണൽ റെക്കോർഡാണ്. പിന്നെ എന്താണ് ഇൻസ്പിറേഷൻ്റെ റോള് ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ? ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതാണ് ക്രിയേറ്റിവിറ്റിയെ ഫ്യൂൽ ചെയ്യുന്ന കാര്യം. റൈറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യും ഒറിജിനൽ ഐഡിയാസ് ആൻഡ് ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യാൻ. അത് പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന്, നേച്ചറിൽ നിന്ന്, ലിറ്ററേച്ചറിൽ നിന്നും, ഒബ്സർവേഷനിൽ നിന്നൊക്കെ വരാം. ഒതൻറ്റിക് ആയിട്ടും എൻഗേജിംഗ് ആയിട്ടും മാറ്റുന്നതാണ് ഇൻസ്പയർഡ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ റീഡേഴ്സിനെ ഡീപ്പർ ലെവലിൽ കണക്ട് ചെയ്യാനും അത് സാധിക്കും. ഷേക്സ്പിയർ, ടാഗോർ പോലുള്ളവരൊക്കെ റിയൽ ലൈഫ് ഇവൻറ്റ്സ് ആൻഡ് ഇമോഷൻസ് വെച്ചിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് എഴുതിയവർ. സോണറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 14 ലൈൻ പോമാണ്. സ്പെസിഫിക് റൈം സ്കീമുണ്ട്. അയാംബിക് പെൻറ്റമീറ്റർ എന്നുള്ള മീറ്ററിലാണ് ഇത് എഴുതുന്നത്. സോണറ്റ്സിന് ഷേക്സ്പീരിയൻ സോണറ്റ് എന്ന് വിളിക്കും, പെട്രാർക്കിയൻ സോണറ്റ് ഉണ്ട്, സ്പെൻസറിയൻ സോണറ്റ്. അപ്പോൾ 3 ടൈപ്സ് ഓഫ് സോണറ്റ് ആണ് ഉള്ളത്. കോമൺ തീം എന്ന് പറയുന്ന ഒന്നുമില്ല, ലവ്, നേച്ചർ ആൻഡ് ഫിലോസഫിയാണ്. എക്സാമ്പിൾ ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 18 ആണ്. വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സോണറ്റ്സ് ആണ്. ആ സോണറ്റ് 18 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഷാൽ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ.
ഡ്രമാറ്റിക് മോണലോഗ് എന്ന് വെച്ചാൽ ഒരു പോം അല്ലെങ്കിൽ സ്പീച്ച് വേറൊരു ക്യാരക്ടർ എന്ത് ചെയ്യും, അൺസീൻ ഓഡിയൻസിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും, അയാളുടെ തോട്ട്സും ഇമോഷൻസും ഒക്കെ. ഓഡിയൻസ് ഉണ്ടെന്ന് അല്ലെങ്കിൽ അയാളെ കേൾക്കാൻ ആളുണ്ടെന്ന് നമ്മൾ അയാളുടെ വാക്കുകളിലൂടെ മനസ്സിലാവത്തുള്ളൂ. ആൻഡ് ഹി വിൽ ബി ദ വൺ ഹു ഇസ് ഓൾവേസ് ടോക്കിംഗ്. അയാളുടെ ക്യാരക്ടർ മനസ്സിലാക്കി തരാനും അയാളുടെ മൈൻഡ് സെറ്റും സൈക്കോളജി റിവീൽ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഡ്രമാറ്റിക് മോണലോഗ് യൂസ് ചെയ്യുന്നത്. റോബർട്ട് ബ്രൗണിംഗ് ആണ് ഡ്രമാറ്റിക് മോണലോഗിനെ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്തത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ പോയമായിട്ടുള്ള മൈ ലാസ്റ്റ് ഡച്ചസ്. ഓക്കെ, ക്യാരക്ടറുടെ പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പവർ, ലവ് ആൻഡ് ബിട്രയലാണ് തീംസ് ആയിട്ട് വരുന്നത്. ഇനി ബുക്ക് റിവ്യൂവിൽ വരുന്ന ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്ന് ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞു, അത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ റീഡിംഗ് എങ്ങനെയാണ് സ്റ്റെപ്പ് ടുവേർഡ്സ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയി മാറുന്നത്. റീഡിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ വൊക്കാബുലറി, ഇമാജിനേഷൻ, ഡിഫറെൻറ്റ് റൈറ്റിംഗ് സ്റ്റൈൽസ് ഒക്കെ നമുക്ക് പരിചയപ്പെടുത്താനും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും എൻഹാൻസ് ചെയ്യാനും സാധിക്കും. റൈറ്റേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സ്, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, ലിറ്റററി ഡിവൈസ് ഒക്കെ പഠിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അവർ എക്സ്റ്റെൻസീവായിട്ട് റീഡ് ചെയ്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് നല്ലപോലെ എഴുതാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ വൈഡായിട്ട് റീഡ് ചെയ്ത റൈറ്റേഴ്സിന് അവരുടേതായിട്ടുള്ളൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു വോയിസ് കിട്ടും. ഇനി എന്താണ് റെസിസ്റ്റൻസും ക്രിയേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതായത് ഈ ചലഞ്ചസ്, ഈ ക്രിയേറ്റിവിറ്റി റെസിസ്റ്റൻസും തമ്മിലുള്ളൊരു ഇതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്ന കണക്ഷൻ. ചലഞ്ചസ്, സൊസൈറ്റിയിലെ ഓരോ നോംസ്, പേഴ്സണൽ സ്ട്രഗിൾസ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വൽസിനെ ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. സോ അവരെന്ത് ഇന്നവേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇരിക്കും. അപ്പോൾ ഒരുപാട് ലിറ്ററേച്ചർ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ആർട്ട് ആണെങ്കിലും ഈ ഒപ്രഷൻ, ഹാർഡ്ഷിപ്പ്, സോഷ്യൽ റെസിസ്റ്റൻസ് ഇങ്ങനെയുള്ള സമയത്താണ് കൂടുതലും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നത്. അപ്പം റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി ഉള്ളത്. ഇപ്പം നമ്മളെ സ്ത്രീകളെ ഇപ്പോൾ ഒരാൾ അല്ലെങ്കിൽ നമ്മൾ വിമൻ റൈറ്റേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ എന്താണ്, അവർ കൂടുതൽ എഴുതുന്ന അവർ ഡൊമസ്റ്റിക് സ്പേസിൽ അനുഭവിച്ച സപ്രഷനെ കുറിച്ചും ഈ പ്രൈവറ്റ് സ്പേസിൽ അനുഭവിച്ച അവർ ആ സെക്ഷൽ സപ്രഷനെ കുറിച്ചും ഒക്കെ ആയിരിക്കും. സെക്ഷൽ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം സ്ലട്ട് ഷെയ്മിങ്ങും ഗ്രോപ്പിങ്ങും ഇങ്ങനെയുള്ള റേപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് വന്നതുകൊണ്ടാണ് ഇവരുടെ ഓപ്പണായിട്ട് പറയുന്നത്, അല്ലേ, അവർ വോയിസ് ഔട്ട് ചെയ്യുന്നത്. സോ റെസിസ്റ്റൻസ് ക്രിയേറ്റിവിറ്റിയും തമ്മിലൊരു കണക്ഷനുണ്ട്. ഇനി ട്രാവലോഗ് എസെൻഷ്യൽസ് എന്ന് വെച്ചാൽ എന്താണ്, ട്രാവലോഗിനകത്ത് വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വിവിഡ് ഡിസ്ക്രിപ്ഷൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ്, കൾച്ചറൽ ഇൻസൈറ്റ്, ട്രിപ്പ് ഡീറ്റെയിൽസ്, ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ഇത്രയും കാണണം. റീഡേഴ്സിന് ആ ജേർണി എക്സ്പീരിയൻസ് ചെയ്യുന്ന കണക്ക് റിയൽ ലൈഫിൽ തോന്നണം. അപ്പോൾ ഫോട്ടോഗ്രാഫ്സും സെൻസറി ഡീറ്റെയിൽസും സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ കറക്റ്റ് ആയിരിക്കണം. ലിറിക് പോയട്രി എന്ന് വെച്ചാൽ എന്താണ്, പേഴ്സണൽ ഇമോഷൻസ് അല്ലെങ്കിൽ തോട്ട്സിനെ മ്യൂസിക്കൽ സ്റ്റൈലിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഫോം ഓഫ് പോയട്രിയാണ് ലിറിക് പോയട്രി. നറേറ്റീവ് പോയട്രി ആയിട്ട് ഇത് ഡിഫറൻ്റ് ആണ്. നറേറ്റീവ് പോയട്രി എന്ന് വെച്ചാൽ ഒരു കഥ പറയുന്ന പോയട്രിയാണ്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ലിറിക് പോയട്രിക്ക് ഷേക്സ്പിയറിൻ്റെ സോണറ്റ്സും വേർഡ്സ്വർത്തിൻ്റെ ഡാഫഡിൽസ് എന്നുള്ള പോവുമാണ്. മോഡേൺ ലിറിക് പോയട്രി എന്ന് പറയുന്നത് ഇപ്പോഴും എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വളരെ ഇൻഫ്ലുവൻഷ്യലാണ്. പോപ്പുലർ ഫിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ബുക്സ് റിട്ടൺ ഫോർ മാസ് അപ്പീൽ, അതായത് ആളുകളെ അപ്പീൽ ചെയ്യാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ, ഒരു മെജോറിറ്റി ആളുകളെ അപ്പീൽ ചെയ്യാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ് പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്നത്. അക്കാഡമിക്കലായിട്ടോ അല്ലെങ്കിൽ ലിറ്റററി ആയിട്ടോ അങ്ങനെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇതല്ല പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്നത്. റൊമാൻസ്, ത്രില്ലർ, ഫാന്റസി ആൻഡ് സയൻസ് ഫിക്ഷനാണ് ഇതിനകത്ത് വരുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലർ ഫിക്ഷന് ഡാൻ ബ്രൗണിൻ്റെ ദ ഡാവിഞ്ചി കോഡ്, പിന്നെ JK റൗളിങ്ങിൻ്റെ ഹാരി പോട്ടർ. അതായത് ലാർജ് ഓഡിയൻസിനെ ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പോപ്പുലർ ഫിക്ഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പോപ്പുലർ ഫിക്ഷൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അല്ലേ, ആ ഒരു ബുക്ക് വളരെ ഫേമസ് ആയതാണ്. പിന്നെ റാം കെയർ ഓഫ് ആനന്ദി, അതൊക്കെയെന്ന് വെച്ചാൽ പോപ്പുലർ ഫിക്ഷൻ എക്സാമ്പിളാണ്. നോൺ വെർബൽ എലിമെൻറ്റ്സ് ഇൻ ഡ്രാമ എന്ന് പറഞ്ഞ ഡയലോഗ്സിൽ മാത്രമല്ല, ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, കസ്റ്റംസ്, കോസ്റ്റ്യൂംസ്, പ്രോപ്പർട്ടീസ്, സ്റ്റേജ് ലൈറ്റിംഗ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ഇത്രയും എലിമെന്റ്സ് ആണ് സ്റ്റോറി ടെല്ലിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ സൈലന്റ് പെർഫോമൻസ് ആയിട്ടുള്ള മൈം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ നോൺ വെർബൽ ഡ്രാമ അല്ലെങ്കിൽ നോൺ വെർബൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി ട്രോപ്പയുടെ ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ 4 നോൺ ഫിക്ഷൻ ജോണറിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ബയോഗ്രഫി അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫി ഉണ്ട്, മെമ്മോയർ ഉണ്ട്, എസ്സേ ഉണ്ട്, സെൽഫ് ഹെൽപ്പ് ഉണ്ട്. സെൽഫ് ഹെൽപ്പ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ബുക്സ്. പിന്നെ ഡയറി എൻട്രി, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, റിവ്യൂ ചോദിച്ചിട്ടുണ്ട്, ബുക്കിൻ്റെ, മൂവിയുടെ, ട്രാവലോഗ് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇതിനകത്ത് വന്നേക്കുന്നത്.